വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തന്ന തന്നാനാനാനാനാനാ തന്ന തന്നാ തനനാനാനാനാനാ തന്ന തന്നാ തനനാനാനാനാനാ തന്ന തന്നാ തനനാനാനാനാനാ. സൂഫിയാക്കൾ കാലത്തിനൊപ്പം കോലം മാറാതെ ഇലാഹി സ്മരണയിൽ ലയിച്ചു ചേർന്നവർ. ആദ്യകാലം മുതലേ സൂഫിയാക്കൾ അനുവർത്തിച്ചു പോരുന്ന കാര്യമാണല്ലോ വഴികേട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, വഴി പിഴച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ ഇലാഹി സ്മരണയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. അത്തരത്തിൽ ഇലാഹി അനുരാഗത്തിൽ ചാലിച്ചെഴുതിയ ഹാജി അബ്ദുറസാഖ് മസ്താന്റെ വിരുദ്ധത്തിൽ നിന്നും ഒരൽപ്പം നമുക്ക് കേട്ടു നോക്കാം. അഞ്ചില്ലമർന്നിടടാ അകം വെളിവാക്കിടടാ, അഞ്ചില്ലമർന്നിടടാ അകം വെളിവാക്കിടടാ, അറില്ലടങ്ങട അതിലാടട അത് നേടടാ, അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളടാ, അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളടാ. അഞ്ചില്ലമർന്നിടടാ. ഇസ്ലാം കാര്യത്തിൽ അടങ്ങി ആറാകുന്ന ഈമാനൻ കാര്യത്തിൽ അമർന്ന് നീ അതിലുള്ള നിഗൂഢതകളെല്ലാം നേടി പരമപൊരുളിന്റെ പരമാനന്ദത്തിൽ ലയിച്ച് ആനന്ദം കൊള്ളടാ എന്നാണ്. കുഞ്ചിയിടല്ല ഇന്ത ദുനിയാവിടം, കുഞ്ചിയിടല്ല കുഞ്ചിയിടല്ല ഇന്ത ദുനിയാവിടം, കോലം മാറിടുമും ബോർത്തിടൂളിടം, കോലം മാറിടുമും ബോർത്തിടൂളിടം, കൊതിയെങ്ങും പുൽഹുബലയിലായിട്, അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളടാ, അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളടാ. അഞ്ചില്ലമർന്നിടടാ. ജന്നത്തുൽ കാഫിർ ലോകപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നതായി കാണാം. ഈ ദുനിയാവ് എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജയിലറയാണ്. എന്നാൽ ഒരു അവിശ്വാസിക്ക് ഇതൊരു സ്വർഗവുമാണ്. അത്തരത്തിലുള്ള ഈ ദുനിയാവിൽ നീ കൊഞ്ചിടല്ല, മതിമറന്ന് ആർമാദിക്കല്ല. കാരണം നീയാകുന്ന മാംസപിണ്ഡം കോലം മാറി മയ്യിത്തായി നിന്റെ മാതനിലേക്ക് നടങ്ങുന്നത് തീർച്ചയാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്നതാണല്ലോ ഖുർആനികാധ്യാപനം. അതുകൊണ്ട് മോനെ നീ ഹൂഹുള്ളിടം എന്ന് പറഞ്ഞാൽ ഹൂവാകുന്ന അള്ളാഹുവിനെ ഓർക്ക് എന്നാണ് ഹാജി പറയുന്നത്. മാത്രവുമല്ല നിന്റെ കൊതികളെല്ലാം ഖുൽഹു അല്ലാഹിലായിട്, ഖുൽഹു അല്ലാഹിലായിട് എന്ന് പറഞ്ഞാൽ ഹു അല്ലാഹു അഹദ് എന്നാണല്ലോ. ആ അഹദായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിന്റെ ജീവിതയാത്രയെ മുന്നോട്ട് കൊണ്ടുപോയിക്കോ എന്നാണ് ഹാജി നമ്മോട് ഉപദേശിക്കുന്നത്. ഹാജി തുടരുകയാണ്. അലീഫ് ലാം മീം അത് മറക്കണ്ടടാ, അലീഫ് ലാം മീം അത് മറക്കണ്ടടാ, അതിലടങ്ങിയതും അറിந்து பாருங்கடா, அதிலடங்கியதும்
അറിந்து பாருங்கடா അഹദോനെ കുറപ്പിൽ കൂട്ടടാ അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളടാ അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളടാ അഞ്ചില്ല മർന്നിടടാ അകം വെളിവാക്കിടടാ അഞ്ചില്ല മർന്നിടടാ അകം വെളിവാക്കിടടാ അറില്ലടങ്ങട അതിലാടട അത് നേടടാ അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളടാ അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളടാ അഞ്ചില്ല മർന്നിടടാ. അലിഫായ അല്ലാഹുവിനെയും മീമായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നീ മറന്നു കളയല്ല. കാരണം ഈ ലോകം പടക്കാൻ കാരണക്കാരാണ് മുത്തായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മാത്രവുമല്ല ഈ ലോകം പടച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ അലിഫ് മീമ് എന്ന രണ്ടക്ഷരങ്ങളിൽ ഈ ലോകം അത്രയും, ഈ ലോകത്തിലുള്ള നിഗൂഢതകൾ അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹു തആലയെ കൂടുതൽ അറിയാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആഴത്തിൽ മനസ്സിലാക്കാനും നിങ്ങൾ ആത്മീയ ഗുരുക്കളെ സമീപിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇടയനില്ലാത്ത ആട്ടിൻ പറ്റത്തെ പോലെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുമെന്നാണ് ഹാജി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സമാനമായ ഇലാഹി അനുരാഗത്തിൽ ചാലിച്ചെഴുതിയ ഹാജിയുടെ മറ്റൊരു വിരുദ്ധം കൂടി കേൾക്കാം. അല്ല ഒന്നാണെന്നോർത്ത് രസിക്കടാ അഹ്ലു ഹഖിൽ നീ ചേരാൻ സബബാണടാ അഹദിൽ ഈമാൻ ഉറപ്പിക്കാൻ വേണടാ അഹ്മദില്ലാതെ ഹദിൽ നീ ചേരൂലടാ. അല്ല ഒന്നാണെന്നോർത്ത് രസിക്കടാ അഹ്ലു ഹഖിൽ നീ ചേരാൻ സബബാണടാ അഹദിൽ ഈമാൻ ഉറപ്പിക്കാൻ വേണടാ അഹ്മദില്ലാതെ ഹദിൽ നീ ചേരൂലടാ. അഹദായ അള്ളാഹുലേക്ക് എത്താനുള്ള ഏക വഴിയാണ് മുത്തായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെ കൂടാതെ നിനക്ക് അല്ല, എനിക്ക് അല്ല, നമുക്ക് ആർക്കും ആ അഹദിലേക്ക് എത്താൻ സാധിക്കുകയില്ല. അതിന് നമുക്ക് ആർക്കും കഴിയുകയുമില്ല എന്നാണ് ഹാജി ഓർമ്മപ്പെടുത്തുന്നത്. തുടരുകയാണ്. തന്നെ തിരിഞ്ഞാൽ തിരിഞ്ഞടാ തന്നെ തന്നെ തിരിയും പൂതി വേണ്ടടാ തന്നെ തിരിവാളർക്കായി കൊടുക്കടാ താഴ്മ ഇല്ലെങ്കിൽ തിണ്ടും ഉറപ്പെടാ. തന്നെ തിരിഞ്ഞാൽ തിരിഞ്ഞടാ തന്നെ തന്നെ തിരിയും പൂതി വേണ്ടടാ തന്നെ തിരിവാളർക്കായി കൊടുക്കടാ താഴ്മ ഇല്ലെങ്കിൽ തെണ്ടും ഉറപ്പെടാ. നിന്റെ കാഴ്ച, നിന്റെ കേൾവി, നിന്റേതെന്ന് നിനക്ക് തോന്നുന്ന നിന്നിലുള്ളതെല്ലാം അഹദായ അള്ളാഹുവിനുള്ളതാണെന്ന പരമബോധ്യത്തോടെ നീ നിന്നെ അറിയാൻ ശ്രമിക്കുക. നിനക്ക് നീ ആരാണെന്ന് തിരിഞ്ഞാൽ ഹഖായ അള്ളാഹുവിനെ തിരിയും. ആ ഹഖവന് മുന്നിൽ നീ വെറും തോന്നൽ മാത്രമാണെന്ന് തിരിയും. എത്രമേൽ മനോഹരമാണ് ഈ വരികൾ. വാദ്യോപകരണങ്ങളുടെ അകമ്പടി സേവിക്കാതെ കച്ചവടവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന സൂഫിയാന കലാമുകളിൽ നിന്നും പൂർണ്ണമായ മുക്തി നേടി നമുക്ക് ഏവർക്കും ഈ വരികൾ ആലാപനം ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയും ചേർത്ത് വെച്ച് അവസാനിപ്പിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.